നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഈ നാടിന്റെ അഭിമാനം ഇഎമ്മിന് ശേഷം ഒരു മലയാളി CPIM-ന്റെ നേതൃത്വ നിരയിലേക്ക് അതിന്റെ അമരക്കാരനായി വന്നിരിക്കുകയാണ്. ഇന്ന് വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമെന്ന് അറിയിച്ചത്. എങ്കിലും സിറ്റി കേന്ദ്രീകരിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട സഖാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് സ്വീകരണ പരിപാടിയും മറ്റുമെല്ലാം പിന്നീട് ആലോചിക്കും. ഇപ്പോൾ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയാണ്. എല്ലാ സഖാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഖാവ് MA ബേബി സഖാവ് നിങ്ങളോട് രണ്ടു വാക്ക് ഇപ്പോൾ സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, മാധ്യമങ്ങൾ വഴി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ ഇന്നലെ 6-ാം തീയതി വരെ മധുരയിൽ സഖാവ് സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയുമെല്ലാം സ്മരണ പേറുന്ന സമ്മേളന സ്ഥലത്ത് നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ത്യയുടെ നാനാ കോണുകളിൽ നിന്നും ജനകീയ പോരാട്ടങ്ങളുടെ അനുഭവ സമ്പത്തുമായി എത്തിയ 10 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയത്. ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയങ്ങൾ നടപ്പാക്കുക എന്നുള്ള ജോലിയാണ് പാർട്ടിയുടെ എളിയ സമര വോളണ്ടിയർമാരായ നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. പാർട്ടി കോൺഗ്രസിൽ പതിവുള്ളതുപോലെ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുക്കുകയുണ്ടായി. ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം പാർട്ടി കോൺഗ്രസിലും സംസാരിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യം, ഇവിടെ AKG സെന്ററിന്റെ മുമ്പിൽ നിങ്ങളെല്ലാം ആവേശപൂർവ്വം ഈ സ്വീകരണം നൽകുന്ന സ്ഥലത്തും ഞാൻ ആവർത്തിക്കുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കാൻ പ്രാപ്തരായ മറ്റൊട്ടനവധി സഖാക്കൾ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ അവർ ചേർന്ന് എന്നിൽ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു ഭംഗിവാക്കായിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും അവിടെ പ്രതിനിധികളായിരുന്ന ഈ സഖാക്കളും കേട്ട കാര്യമാണ്. അതെന്റെ ആത്മാർത്ഥമായ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇവിടെ ഈ നൽകപ്പെട്ട ആവേശകരമായ സ്വീകരണം വ്യക്തിപരമായി എനിക്കുള്ളതല്ല. നമ്മളെല്ലാം ഉൾപ്പെടുന്ന പാർട്ടിയെ ഈ നാട്ടിലെ ജനങ്ങളും സഖാക്കളും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ട ഈ വികാര പ്രകടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം, അതിലൊന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് നവഫാസിസ്റ്റ് പ്രവണതകൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് നേരെ നടത്തിയ ഏറ്റവും ഹീനമായ കടന്നാക്രമണം, ആ സിനിമ രാഷ്ട്രീയമായ വലിയ ആശയങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല.
ജനങ്ങളെ വലിയ തോതിൽ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് AKG സെന്ററിന് മുൻപിൽ സ്വീകരണം നൽകുകയായിരുന്നു. പ്രവർത്തകരും അണികളും റഹീം, വി ജോയ്, EP ജയരാജൻ അടക്കം മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളെല്ലാം സ്ഥലത്തുണ്ട്. ഗുജറാത്തിൽ നടന്ന അതിഹീനമായ വർഗീയ തേർവാഴ്ചയെക്കുറിച്ചും കൂട്ടക്കുരുതിയെക്കുറിച്ചുമെല്ലാം ഒരു കഥാപാത്രത്തിന്റെ ഒരു സംഭാഷണമുണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലായത്. അതിന്റെ പേരിൽ എന്തു വലിയ തുടർ ആക്രമണ പരമ്പരകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർമാരുടെ അന്വേഷണ സംഘത്തെ എമ്പുരാൻ സിനിമയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നേരെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നഗ്നമായ നിയമലംഘനമുണ്ട്. എന്താണ് ആ നിയമലംഘനം? RSSന്റെ പ്രതിനിധികളെ കുത്തി നിറച്ചിട്ടുള്ള സെൻസർ ബോർഡ് അനുമതി കൊടുത്ത സിനിമയാണ് പ്രദർശിപ്പിച്ചത്. അല്ലാതെ ഒളിച്ചു കിടത്തിയിട്ട് തിയേറ്ററിൽ ഈ സിനിമ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശദാംശത്തിലേക്ക് ഈ സമയത്ത് ഞാൻ പോകേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഇതിനെ അഭിമുഖീകരിക്കാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ഏൽപ്പിച്ച ചുമതലകൾ കൃത്യമായി വഹിക്കും. എമ്പുരാന് നേരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളെയും ഈ ഘട്ടത്തിൽ MA ബേബി ചൂണ്ടിക്കാട്ടുകയാണ്. AKG സെന്ററിന് മുൻപിൽ MA ബേബിക്ക് പ്രവർത്തകരും അണികളും വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്.